വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് സെക്ഷനാണ്, തിയറീസ് ഓഫ് ആക്സിഡൻറ്റ് കോഷൻ. Theories of accident caution. Accident caution theory is the art and science that seeks to understand the deeper roots of why accidents happen. Understanding accident caution theory is essential in determining why workplace incidents occur and so that we can prevent reoccurrence. ഈ ആക്സിഡൻറ്റ് കോഷൻ തിയറി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്, അതിൻ്റെ റീസൺസ് കണ്ടുപിടിക്കുക, എന്താണ് മെയിൻ കാരണം, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ തിയറിയിൽ പറയുന്നത്. ഈ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചറിൽ ആ ഒരു വർക്ക് പ്ലേസിൽ ആ ഒരു ആക്സിഡൻറ്റ്സ് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിവെൻഷൻ എടുക്കാം. ഓക്കെ, അതാണ് ഈ തിയറി ഓഫ് ആക്സിഡൻറ്റ്സിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിയറി ഓഫ് ആക്സിഡൻറ്റ് കോഷന് മെയിനായിട്ട് 8 തിയറീസ് ആണുള്ളത്. ഡൊമിനോ തിയറി, ഹ്യൂമൻ ഫാക്ടർ തിയറി, ആക്സിഡൻറ്റ് ഓർ ഇൻസിഡൻറ്റ് തിയറി, എപ്പിഡമോളജിക്കൽ തിയറി, സിസ്റ്റം തിയറി, എനർജി റിലീസ് തിയറി, കോമ്പിനേഷൻ തിയറി ആൻഡ് ദ ലാസ്റ്റ് വൺ ബിഹേവിയർ തിയറി. ഫസ്റ്റ് ഡൊമിനോ തിയറി. ഡൊമിനോ തിയറി ഡെവലപ്പ് ചെയ്തത് ഹെൻറിച്ച് ആണ്. According to Henrich, an accident is one factor is in a sequence that may lead to an injury and each of the factors is dependent on the preceding factor. ഹെൻറിച്ചിൻ്റെ അഭിപ്രായത്തിൽ ഒരു ആക്സിഡൻ്റ് എന്നത് ഒരു ഇഞ്ചറിയിലേക്ക് എത്തുന്ന ഒരു ഫാക്ടറാണ്. ഇതിൽ ഒരു ഫാക്ടർ അല്ല ഉള്ളത്, ഇതിലുള്ള ഓരോ ഫാക്ടറും തൊട്ട് മുന്നേ ഉള്ള ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അതാണ് പ്രിസീഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. പ്രിസീഡിങ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോ ഫാക്ടേഴ്സും നിൽക്കുന്നത്. ഇതാണ് മെയിൻ ഡൊമിനോ തിയറിയിൽ പറയുന്നത്. ദ ഫാക്ടേഴ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് എ സീരീസ് ഓഫ് ഡൊമിനോസ് സ്റ്റാൻഡിങ് ഓൺ എഡ്ജ്. വെൻ വൺ ഫോൾസ് ദ ലിങ്കേജ് റിക്വയർഡ് ഫോർ എ ചെയിൻ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സീരീസ് ഓഫ് ഡൊമിനോസ്, സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ഡൊമിനോസിന്, സീരീസ് ഓഫ് ഡൊമിനോസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഫാക്ടേഴ്സിനെ അദ്ദേഹം വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ഡൊമിനോ ഫോൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യും, ഫോൾ ചെയ്യാറുണ്ട്. സോ ഈ ഒരു തിയറമാണ് ഇദ്ദേഹം ഇതിൽ മെയിനായിട്ട് പറയുന്നത്. Each of the factors is dependent on the preceding factor. After studying the reports of 75,000 industrial accidents, Henrich concluded that 88% of industrial accidents are caused by unsafe acts committed by the fellow workers. 10% of industrial accidents are caused by unsafe conditions. 2% of industrial accidents are unavoidable. നോർമലി ഇദ്ദേഹം ഈ ഒരു തിയറി പറയുന്നത് 75,000 ഇൻഡസ്ട്രീസിൽ നടക്കുന്ന ആക്സിഡൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ തന്നെ 88% ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ അൺസേഫ് ആക്ട് പ്രകാരമാണ്. അതേസമയം 10% എന്ന് പറയുന്നത് അവിടുത്തെ അൺസേഫ് കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടാണ്. ഇനി അതിലുള്ള 2% എന്ന് പറയുമ്പോൾ ആ ആക്സിഡൻസ് നമുക്ക് അൺഅവോയ്ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 5 ഫാക്ടേഴ്സ് ഓഫ് ഹെൻറിച്ച് ഇൻ ദ ആക്സിഡൻറ്റ് സീക്വൻസ്: social, environment and ancestry factor, fault of the person, unsafe act and or mechanical or physical hazard, accident or incident, and last one, injury. These are the 5 factors of Henrich in the accident sequence. Henrich's study laid the foundations for his axioms of industry safety and his theory of accident caution, which came to be known as the domain theory. And the Henrich axioms of industrial safety. The first point, injuries result from a series of preceding factor. ഒരു സീരീസ് ഓഫ് പ്രിസീഡിങ് ഫാക്ടറിൽ നിന്ന് അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഇഞ്ചുറീസ് ഉണ്ടാവുന്നത്. ആക്സിഡൻറ്റ് ഒക്കേഴ്സ് ആസ് ദ റിസൾട്ട് ഓഫ് ഫിസിക്കൽ ഹസാർഡേഴ്സ് ഓർ ആൻ അൺസേഫ് ആക്ട്. നമുക്ക് ആക്സിഡൻറ്റ്സ് എപ്പോഴും ഒക്കർ ചെയ്യുന്നത് ഈ ഫിസിക്കൽ ഹസാർഡേഴ്സ് അല്ലെങ്കിൽ അൺസേഫ് ആക്ടിൻ്റെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ദ മോസ്റ്റ് ആക്സിഡൻറ്റ്സ് ആർ ദ റിസൾട്ട് ഓഫ് അൺസേഫ് ബിഹേവിയർ.
മോസ്റ്റ് ഓഫ് ദ ആക്സിഡൻസ് നടക്കുന്നത് അൺസേഫ് ബിഹേവിയറിൻ്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ്. അൺസേഫ് ആക്ട് ആൻഡ് ഹസാർഡേഴ്സ് ഡു നോട്ട് ഓൾവേസ് റിസൾട്ട് ഇൻ ഇമ്മീഡിയറ്റ് ആക്സിഡൻസ് ആൻഡ് ഇഞ്ചുറീസ്. അൺസേഫ് ആക്ട് അല്ലെങ്കിൽ ഹസാർഡേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ആക്സിഡൻസ് ഉണ്ടാക്കണമെന്നില്ല. അണ്ടർസ്റ്റാൻഡിംഗ് വൈ പീപ്പിൾസ് കമ്മിറ്റ് അൺസേഫ് ആക്ട് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ഗൈഡ് ലൈൻസ് ഫോർ കറക്റ്റീവ് ആക്ഷൻസ്. എന്തുകൊണ്ടാണ് ഈ പീപ്പിൾസ് അൺസേഫ് ആക്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ എന്നിട്ട് അതിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. The severity of the injury is largely fortuitous and the accidents that caused it is preventable. നമുക്ക് പറ്റുന്ന ആക്സിഡൻസ് അതിൻ്റെ ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഇറ്റ്സ് അൺപ്ലാൻഡ് ആണെന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഒരു യാദൃശ്ചികമാണ്. ബട്ട് ആ ഒരു ആക്സിഡൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കൊരു പരിധി വരെ പറ്റുകയും ചെയ്യും. And the seventh one, best accident prevention techniques are analogous to best quality productivity techniques. നമ്മൾ ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിലായിരിക്കണം. നമ്മുടെ പ്രൊഡക്ഷൻസ് ബേസ് ചെയ്ത് പ്രൊഡക്ഷൻ എത്രമാത്രം ക്വാളിറ്റി കൂടിയതാക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ എന്തൊക്കെ മെത്തേഡ്സ് ചെയ്യുന്നോ അതിൻ്റെ ക്വാളിറ്റി തന്നെ ഇതിനും ഉണ്ടാവണം. ആൻഡ് ദെൻ മാനേജ്മെൻറ്റ് ഷുഡ് അസ്യൂം സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസ്. ദ സൂപ്പർവൈസേഴ്സ് ഈസ് ദ കീ പേഴ്സൺസ് ഇൻ ദ പ്രിവെൻഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻക്ലൂഡ് ബോത്ത് ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ പോയിൻറ്റ്സ്. Hendricks theory has two central points. Injuries are caused by the action of preceding factor and the removal of central factor. The action of the preceding factor and so doing prevents accidents and injuries. And then next theory, human factor theory. ഹ്യൂമൻ ഫാക്ടർ തിയറി എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ ഹ്യൂമൻസിൻ്റെ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങൾ കാരണമാണ് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നതെന്നാണ് ഹ്യൂമൻ ഫാക്ടർ തിയറിയിൽ പറയുന്നത്. ഇതേ കാര്യം തന്നെ ഹെൻറിച്ച് പറഞ്ഞത് ഒരു മോഡൽ ബേസ് ചെയ്തിട്ടാണ്. അതിലൊരു സിംഗിൾ ഡൊമിനോ ലീഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഉള്ളതെല്ലാം ഇതിൽ കണക്റ്റഡ് ആണെന്നും അതുപോലെ അത് ബേസ് ചെയ്ത് തന്നെയാണ് ഇഞ്ചുറി അല്ലെങ്കിൽ ആക്സിഡൻസിലോട്ട് പോകുന്നതെന്നുള്ള രീതിയാണ് നമ്മുടെ ഹെൻറിച്ച് പറഞ്ഞത്. ബട്ട് ഹ്യൂമൻ ഫാക്ടർ തിയറിയിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻസിൻ്റെ പിഴവുകൾ കൊണ്ടാണ് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നതെന്നാണ് ബേസിക്കായിട്ട് ഹ്യൂമൻ ഫാക്ടർ തിയറിയിൽ പറയുന്നത്. സോ അതിന് തന്നെ മെയിനായിട്ട് പറയുന്ന കാര്യം അതിൻ്റെ ഓവർലോഡ്, ഇൻഅപ്രോപ്രിയേറ്റ് വർക്കർ റെസ്പോൺസ്, ഇൻഅപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. ഇതാണ് മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ദ വർക്ക് ടാസ്ക് ഈസ് ബിയോണ്ട് ദ ക്യാപ്പബിലിറ്റി ഓഫ് ദ വർക്കർ, ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് സിറ്റുവേഷണൽ ഫാക്ടർ. ഓവർലോഡ് എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി അതിന് മുകളിൽ തന്നെയാണ് വർക്ക് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോർമലി ഓവർലോഡഡ് എന്ന് പറയുന്നത്. അത് ഫിസിക്കലായിട്ടും മെൻ്റലി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് കൂടെ ബേസ് ചെയ്ത് ഈ ഓവർലോഡിൽ വരും. മീൻസ് നമുക്ക് ആ വർക്ക് ലോഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ബേസ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സും ഇതിൽ ഒരു ഘടകമാണ്. എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് വരുന്ന എല്ലാം നമ്മൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, ഇൻഅപ്രോപ്രിയേറ്റ് വർക്കർ റെസ്പോൺസ് ടു ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്, ദാറ്റ് ഈസ് വർക്കേഴ്സ് ഫോൾട്ട്. To incompatible workstations, management and environmental fault. ഇത് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വർക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഫോൾട്ട്സ് ആണ്. ഇപ്പം ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് അവർ നേരത്തെ കണ്ടാലും ശരി അതിന് ഒരു പ്രിവെൻഷൻ എടുക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവരുടെ സൈഡിൽ നിന്ന്. അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് വർക്കർ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ബേസ് ചെയ്തിട്ടും ഈ ഒരു വർക്ക് പ്ലേസസിൽ ചിലപ്പോൾ സേഫ് അല്ലാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതും അവർ കണ്ടില്ല എന്നുള്ള രീതിയിൽ പോകാം, എന്ന് വെച്ചാൽ ബാക്കി വർക്കിലോട്ട് പോകാം. സോ അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് വർക്കർ റെസ്പോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഅപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്, lack of training and misjudgment of risk, but the structure of this theory is still a cause or effect format. അവർക്ക് ട്രെയിനിങ്ങിൻ്റെ ആ ഒരു കുറവ് അവിടെ എന്തായാലും ഉണ്ടാവും. അതാണ് ലാക്ക് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതകളെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തെറ്റാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. Next theory, accident or incident theory. Extension of human factor theory. Here the following new elements are introduced. Ergonomic straps. These are incompatible workstations, tools or unexpectations.
that is management failure. Decision to err, unconscious or conscious, it is personal failure. System failure, management failure, policies, training, etc. അപ്പോൾ ഈ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഫാക്ടർ തിയറി തന്നെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക് സ്ട്രാപ്സ്, ഡിസിഷൻ ടു എർ ആൻഡ് സിസ്റ്റം ഫെയിലുവർ ആണ്. എക്കണോമിക് സ്ട്രാപ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഫെയിലുവറാണ് എക്കണോമിക് സ്ട്രാപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ഒരു ജോബിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്ക് സെറ്റാവില്ല, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഈ എക്യുപ്മെൻറ്റ്സിൽ എന്തെങ്കിലും പിഴവുകൾ വരാം. ഇതൊക്കെയാണ് എക്കണോമിക് സ്ട്രാപ്സ് എന്ന് പറയുന്നത്. ഡിസിഷൻ ടു എർ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി വരുന്ന ഫെയിലുവറാണ് ഇതിൽ പറയുന്നത്. പേഴ്സണലി അത് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടോ ഒക്കെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ബേസിസിലായിരിക്കും ഡിസിഷൻ ടു എർ പറയുന്നത്. ആൻഡ് ദെൻ സിസ്റ്റം ഫെയിലുവർ. സിസ്റ്റം ഫെയിലുവർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പോളിസീസ് അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ഇത് ബേസ് ചെയ്ത് വരുന്ന ഫെയിലുവറാണ് സിസ്റ്റം ഫെയിലുവർ എന്ന് പറയുന്നത്. എർഗോണമിക്സ് ട്രാപ്സ്. Ergonomics, relating to or designed for efficiency and comfortable in the working environment. ഇതെന്ന് പറയുമ്പോൾ ഇതെപ്പോഴും റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണ്. ആ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എത്രത്തോളം കംഫർട്ട് ആവുന്നോ അതിനനുസരിച്ച്, എന്നുവെച്ചാൽ ആ കംഫർട്ട് ആവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് അത്രയും നമുക്ക് എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് ദെയർ ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലേബേഴ്സ് എന്ന് പറയുന്ന ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, എൻവയോൺമെൻറ്റ്സ് ഇതിനെ ആ വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിലുള്ള നമ്മൾ സ്റ്റഡി ചെയ്തില്ലേ, അതാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്കണോമിക് സ്ട്രാപ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 categories: physical and cognitive traps. Physical traps include poor postures, inadequate workplace design, and incorrect use of equipments and tools. And cognitive traps include incorrect assumptions about how people interact with their environment, working environment, and including incorrect assumptions about how people will move and interact with their tools. അപ്പോൾ ഇതിൽ ഫിസിക്കൽ ട്രാപ്സിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ആ വർക്ക് പ്ലെയിൻ്റെ ഡിസൈനും ആ എക്യുപ്മെൻറ്റ്സ്, ടൂൾസൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഫിസിക്കൽ ട്രാപ്സിൽ വരുന്നത്. അതുപോലെ കോഗ്നിറ്റീവ് ട്രാപ്സിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന അസംഷൻസ് ആണ്. നമ്മൾ ചില കാര്യങ്ങളിൽ എടുക്കുന്ന അസംഷൻസ്, അതിലുണ്ടാകുന്ന പിഴവാണ് നമുക്ക് കോഗ്നിറ്റീവ് ട്രാപ്സിൽ മെയിനായിട്ട് പറയുന്നത്. ഇനി ഫിസിക്കൽ ട്രാപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ശ്രദ്ധയോടുകൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ ട്രെയിൻഡായിട്ട് നമ്മൾ ചെയ്യുകയും, അതുപോലെ വർക്കിംഗ് പ്ലേസസിൽ എന്തെങ്കിലും ഇൻകംഫർട്ടായിട്ട് തോന്നിയാൽ അതും കറക്റ്റ് പ്രോപ്പർ സിറ്റുവേഷൻസിലോട്ട് നമ്മൾ തന്നെ അത് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ ട്രാപ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. Physical traps can be avoided by proper postures, comfortable workspace layout, and proper use of tools and equipments. ഇതിൽ ഈ പ്രോപ്പർ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞായിരുന്നു. അതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ നെക്ക് അല്ലെങ്കിൽ ഷോൾഡർ ഇതൊക്കെ കറക്റ്റ് പൊസിഷൻസ് ബേസ് ചെയ്ത് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് ഇരിക്കാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തക്ക രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി എടുക്കുകയെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന ആ ഒരു പോസ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് ആയാൽ നമുക്ക് അധികം അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ വർക്ക് പ്ലേസ് നോക്കുകയാണെങ്കിലും അവിടെയും ലൈറ്റ്, വെന്റിലേഷൻ ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതും പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫിസിക്കൽ ട്രാപ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പ്രോപ്പർ പോസ്റ്റേഴ്സ് ഇൻക്ലൂഡ് കീപ്പിംഗ് ദ നെക്ക്, ഷോൾഡേഴ്സ് ആൻഡ് ബാക്ക് അലൈൻഡ്, മെയിൻറ്റെയിനിങ് ന്യൂട്രൽ പോസ്റ്റർ ആൻഡ് അവോയ്ഡിങ് ലോങ് പീരീഡ്സ് ഓഫ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് ഇൻ വൺ പൊസിഷൻ. ഒരുപാട് നേരം നിൽക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഹെൽത്തിന് അത്ര പ്രോപ്പറായിട്ട് ഉള്ള ഒരു കാര്യമല്ല. പ്രോപ്പർ വർക്ക് സ്പേസ് ഡിസൈൻ ഇൻക്ലൂഡ്സ് എൻഷുറിംഗ് ദാറ്റ് ദ വർക്ക് സ്പേസ് ഈസ് വെൽ ലിറ്റ്, comfortable, and has enough space to accommodate all necessary tools and equipment. Proper use of tools and equipments includes using the correct tools and equipments for the job, as well as using the tools and equipment in the correct manner. എപ്പിഡമോളജിക്കൽ തിയറി എന്ന് പറയുമ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു തിയറിയാണ്. നോർമലി ഈ തിയറിയിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ബേസിസിൽ സേഫ്റ്റി തിയറീസ് ഒക്കെ ഉണ്ടല്ലോ. സോ അത് ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പിഡമോളജിക്കൽ തിയറി നമ്മൾ പറയുന്നത്. നോർമലി ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ട്രഡീഷണൽ ബേസ് ചെയ്തിട്ട് സേഫ്റ്റി തിയറീസ് എടുത്തിട്ട് അതിൽ എങ്ങനെ ആക്സിഡൻസ് ഉണ്ടാവുന്നു, ആക്സിഡൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഇതെല്ലാം അല്ലെങ്കിൽ ഡിസീസ്
ഇതിൽ കുറച്ചുകൂടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു തിയറിയെ വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഹൈജീനിന് കുറച്ചുകൂടി ഒരു പ്രയോറിറ്റി കൊടുത്ത് പറയുന്ന ഒരു തിയറിയാണ് എപ്പിഡമോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയിൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഹൈജീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈജീൻ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള അസുഖങ്ങൾ വരുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു തിയറിയിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ ബേസിസിൽ തന്നെ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങളും അതുപോലെ ഇൻഡസ്ട്രിയിലുള്ള ഹൈജീൻ്റെ കാര്യമാണ് മെയിനായിട്ട് അവർ ഈ ഒരു തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Traditionally, safety theories and programs have focused on accidents and the resulting injuries. However, the current trend towards a broader perspective that also encompasses the issues of industrial hygiene. Industrial hygiene concerns environmental factors that can lead to sickness, disease, or other forms of impaired health. This trend has in turn led to the development of an epidemiological theory of accidents caution. Epidemiologically is the study of causal relationship between environmental factors and disease. The epidemiological theory holds that the models used for studying and determining this relationship, it can also be used to study causal relationship between environmental factors and accidents or diseases. And this theory is mainly two key components: predisposition characteristics and situational characteristics. Predisposition characteristic means tendencies may predispose worker to certain action, and situational characteristics means peer pressure, peer attitude, risk taking. ഈ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള കണ്ടീഷൻസൊക്കെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾ നമ്മൾ പറയുകയാണ്, അയാളെ കൂടെ ഇപ്പം ഒരു പേഴ്സൺ ഉണ്ട്, രണ്ടുപേരും നിൽക്കുകയാണെന്ന് വിചാരിക്കാം. സോ അതിൽ ഒരാൾ മറ്റേ ആളുടെ അടുത്ത് പറയുകയാണ്, സോ വർക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് പ്രഷർ ചെലുത്തുകയാണെന്ന് വിചാരിക്കാം. സോ പ്രഷർ ചെലുത്തുന്ന സമയത്ത് അയാളുടെ വർക്കിൽ ആ സ്പീഡ് കൂട്ടാനുള്ളൊരിത് കാണിക്കും. സോ ആ സ്പീഡ് കൂട്ടാൻ കാണിക്കുന്നത് ചിലപ്പോൾ ആക്സിഡൻസിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. And the next theory, system theory. A system is a group of regulatory, interacting and interrelated components that together form a unified whole. അപ്പോൾ സിസ്റ്റം തിയറി എന്ന് പറയുന്നത്, സിസ്റ്റം തിയറിയിൽ മെയിനായിട്ട് പറയുന്നത് റെഗുലറായിട്ടൊരു ഇൻട്രാക്റ്റിങ്ങും അതുപോലെ തന്നെ കമ്പോണൻസ് ഒരുമിച്ച് ഇൻ്റർറിലേറ്റഡ് ആവുകയും ചെയ്ത് ഒരു യൂണിഫൈഡ് ഹോൾ ഫോമിൽ ഒരു ഗ്രൂപ്പ് പോലെ ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ ബേസ് ചെയ്ത് തന്നെയാണ് ഈ സിസ്റ്റം തിയറി നമ്മൾ പറയുന്നത്, സിസ്റ്റം തിയറി ഓഫ് ആക്സിഡൻറ്റ് കോഷൻ നമ്മൾ പറയുന്നത്. ഇതിൽ ഈ ഒരു തിയറിയിൽ മെയിനായിട്ട് വരുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പേഴ്സൺസ് അല്ലെങ്കിൽ ഹോസ്റ്റ്, മെഷീൻ അല്ലെങ്കിൽ ഏജൻസീസ് ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. ഇതിന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം, നമുക്ക് നോക്കാം. ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണ്. അവിടെ ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റി ഉണ്ട്. സോ അയാൾക്ക് അവിടെ എല്ലാം യൂസ്ഡ് ആണ്. ആ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നും അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയായിരിക്കുന്നു എല്ലാ ഡീറ്റെയിൽസും പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളി ഒരു ലീവിൽ പോകുന്ന സമയത്ത് ആ സ്ഥാനത്ത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആളെ നമ്മൾ നിയമിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പുള്ളിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മെഷീനെ കുറിച്ചുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആക്സിഡൻസിൻ്റെ ചാൻസസും കൂടുതലായിരിക്കും. ഇത് തന്നെയാണ് സിസ്റ്റം തിയറിയിൽ പറയുന്നത്. കാരണം ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഒരു സിസ്റ്റം നിൽക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തിലെന്ന് പറയുമ്പോൾ പരസ്പരമുള്ള ആ ഒരു ആ ഇൻട്രാക്ഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് നമ്മൾ വരുത്തുകയാണെങ്കിൽ ഒന്നേ ആക്സിഡൻസിൻ്റെ ചാൻസസ് കൂടും, ഇല്ലെങ്കിൽ ആക്സിഡൻസിൻ്റെ ചാൻസസ് ഒക്കെ കുറയാനുള്ള പോസിബിലിറ്റി ഈ സിസ്റ്റം തിയറീസ് ബേസ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ ഡയഗ്രാം കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആ പേഴ്സൺ അവിടെ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഈ 3 കൂടെ കണക്റ്റഡ് ആണ്, ഇറ്റ്സ് ഇൻ ഇൻട്രാക്ഷൻ. അപ്പോൾ ഒരു പേഴ്സൺ മെഷീൻ കണക്ട് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് അയാൾ ആ മെഷീൻ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ആ മെഷീനിൽ എന്തെങ്കിലും തകരാറുണ്ടോ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അയാൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും.
ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് നോക്കും. അതിനുശേഷമായിരിക്കും പുള്ളി ഡിസിഷൻ എടുക്കുന്നത് ഇത് വർക്ക് ചെയ്യിക്കണോ വേണ്ടേ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കും. അതിനുശേഷം നമ്മൾ ടാസ്ക് ടു ബി പെർഫോംഡ് ആണ് വരുന്നത്. ഇത് തന്നെ ഡയറക്റ്റ് നേരെ ഫീഡ്ബാക്ക് ലൂപ്പിലോട്ട് നേരെ ഫസ്റ്റ് പൊസിഷനിലോട്ട് പോവുകയും ചെയ്യും. ഇതൊരു മോഡലാണ് കാണിച്ചിരിക്കുന്നത്, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. As the model shows, even as a person interact with a machine within an environment, 3 activities take place between the system and the task to be performed. 3 ആക്ടിവിറ്റീസ് അല്ലേ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കളക്ട് ഇൻഫർമേഷൻ, weigh risks and make decision. Energy release theory. This theory compares the rate of release of energy and relates to the kind of and severity of injuries. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റേറ്റ് ഓഫ് എനർജി റിലീസും അതുപോലെ തന്നെ ഈ ഒരു റേറ്റ് ഓഫ് എനർജി റിലീസ് കാരണം നമുക്കുണ്ടാകുന്ന ഇഞ്ചുറി അതിൻ്റെ ആ ഒരു കാഠിന്യം എത്രയാണെന്നുള്ളതുമൊക്കെ നമ്മൾ രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്യും. ഓക്കെ, മെയിനായിട്ട് ഈ തിയറിയിൽ പറയുന്ന ഈ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഈ കൺട്രോൾ അല്ലാത്ത രീതിയിൽ തന്നെ എനർജീസ് റിലീസ് ചെയ്യുന്നതും അതുപോലെ ഇതിനെ സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ തടയാം എന്നുള്ള കാര്യം, ഒരു പ്രിവെൻഷൻ കൂടെ ഈ ഒരു തിയറിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ അധികമായിട്ടുള്ള എനർജി റിലീസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അത് ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാമെന്നും അല്ലെങ്കിൽ ഈ വെൻ്റ് റിലീസിങ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എനർജി റിലീസ് തിയറിയിലാണ് പറയുന്നത്. ഈ എനർജി അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന ഈ ഒരു സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള പ്രിവെൻഷൻ മെത്തേഡ്സ് നമ്മൾ ഈ ഒരു തിയറിയിൽ എടുത്ത് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചില പ്ലേസസൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ അധികം എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ ലേബേഴ്സിനൊന്നും ആക്സിഡൻസ് പറ്റാത്ത രീതിയിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ബാരിയർ ഗാർഡ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ വരുന്ന പാർട്സിൽ നമ്മൾ മെഷീൻസിൻ്റെ പാർട്സിൽ കൂടുതൽ എനർജി വരുന്ന സ്ഥലങ്ങളിൽ സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ നോക്കുക. അത്രയും ആക്സിഡൻസ് കുറയ്ക്കും. It focuses on the prevention of allowing energy to source up in an uncontrolled way. The first step is to prevent the accumulation of energy by reducing the amount of needed and or providing wind release mechanism. The next steps would be to install control methods that modify the release rate, which can be accomplished with the use of space or distance and time. For example, a fixed barrier guard separates space by not allowing workers or machinery to reach a point of operation. This is a separation of space. Other control techniques include strengthening the object that may release the energy to prevent such release. For example, slings used in hoisting operations are strengthened twisted to withstand 2 times their workload. Next and the last theory, behavior theory. The behavior theory of accident cautions and prevention is often referred to as behavior-based safety. One of the most prominent proponents of BBS is E. Scott Geller, is a senior partner of Safety Performance Solutions. According to Geller, there are 7 basic principles of BBS. The behavior intersection should be visible and transparent, determine external factors that can help understand and improve behaviors. Activator should be used to direct behavior, while consequences should be used to motivate behavior. Highlight positive consequences to reinforce favorable behavior. Make sure that the BBS program is measurable and objective. Don't limit possibilities. Create hypotheses and combine information gathered from the BBS program. Create BBS program that consider employees' feeling and attitudes. ഈ തിയറിയിൽ എന്ന് പറയുന്നത് നമ്മൾ അപകടം ഉണ്ടാകാനുള്ള ചാൻസസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിവെൻഷൻ അത് നമ്മൾ ബിഹേവിയർ ബേസ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്ന തിയറിയാണ് ബിഹേവിയർ ബേസ്ഡ് സേഫ്റ്റി തിയറി എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഈ സ്കോട്ട് ജെൽ അദ്ദേഹം ഒരു സൈക്കോളജി പ്രൊഫസറും അതുപോലെ തന്നെ സേഫ്റ്റി പെർഫോമൻസ് സൊല്യൂഷൻ്റെ ഒരു സ്ഥാപകനും കൂടെയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ BBS തിയറിയിലെ മെയിനായിട്ടുള്ള ഒരു വ്യക്തി, ഒരുപാട് പേരിൽ ഒരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതിന് മെയിനായിട്ട് 7 ബേസിക് പ്രിൻസിപ്പിളാണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സേഫ്റ്റിക്ക് എന്തെങ്കിലും ഒരു പ്രിവെൻറ്റീവ് മെത്തേഡോ അല്ലെങ്കിൽ സേഫ്റ്റി ബേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണെന്ന് വിചാരിക്കാം. അത്
എല്ലാവർക്കും കറക്റ്റ് വിസിബിൾ ആവുന്നതും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുമായിരിക്കണം. അതാണ് ആ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡിങ് ആവുന്ന രീതിയിലും കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. കുറച്ചൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിന് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ആക്ടിവേറ്റർ, അതുപോലെ കോൺസിക്വൻസസ്. ഇതെന്ന് പറയുന്നത് നോർമലി ഈ ഡയറക്റ്റ് ബിഹേവിയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവേറ്റേഴ്സിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ കോൺസിക്വൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് മോട്ടീവ് ബിഹേവിയർ ആണ് വരുന്നത്. ദെൻ നമ്മൾ എപ്പോഴും ഒരു ബിഹേവിയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് സൈഡ്സ് ആയിരിക്കില്ലേ വരുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആ ഒരു കോൺസിക്വൻസസിനെ ഹൈലൈറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുപോലെ ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു BBS എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കറക്റ്റ് ഒരു എയിം ബേസ് ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു കറക്റ്റ് ഒബ്ജക്റ്റീവുമാണ് ഈ ഒരു BBS പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BBS തിയറി എന്ന് പറയുന്നത്. അതുപോലെ BBSലെന്ന് പറയുമ്പം പുതിയതായിട്ടുള്ള കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സോ അല്ലെങ്കിൽ ആ ഒരു കാരണങ്ങൾ കണ്ടുപിടിച്ച് പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ലിമിറ്റൊന്നും കറക്റ്റ് പറഞ്ഞിട്ടില്ല. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് BBSൽ മെയിനായിട്ട് പറയുന്നത്. പുതിയ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു എന്നുവെച്ചാൽ ആ ഒരു രീതിയിൽ കൂടെ BBS തിയറി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിൻ്റെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു BBS തിയറി പ്രകാരം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ 1-2 എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഫസ്റ്റത്തെ ബിഹേവിയർ ഇൻ്റർസെക്ഷൻ ഷുഡ് ബി വിസിബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിന് ചെറിയൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഇൻഡസ്ട്രിയിൽ അവിടെയുള്ള ലേബേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അവിടുത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഹെൽമറ്റും അവിടെയുള്ള ഷൂസ്, നമ്മൾ സേഫ്റ്റി ഷൂസൊക്കെ അല്ലേ, ഷൂസും ഒക്കെ പ്രോപ്പറായിട്ട് ധരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു രജിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റോ നമ്മൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് അതിനെ എല്ലാവരും കാണത്തക്ക രീതിയിൽ തന്നെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടെങ്കിൽ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. അതാണ് ആ ഫസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തേന് ഒരു എക്സാമ്പിൾ പറയാം. ചിലപ്പോൾ അത് പെട്ടെന്ന് കാണുമ്പോൾ അത് എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല. കാരണം ആക്ടിവേറ്റർ ഷുഡ് ബി യൂസ്ഡ് ടു ഡയറക്റ്റ് ബിഹേവിയർ while consequences should be used to motive behavior. അതെന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ ഒരു എംപ്ലോയി ഇപ്പോൾ വെൽഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സോ ആ വർക്ക് നടക്കുന്ന സമയത്ത് അയാൾ സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ധരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു ബോർഡ് വയ്ക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഈ വർക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ഉറപ്പായിട്ട് വിയർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള രീതി, ആ ഒരു ഗ്ലാസ് വെക്കണം എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് ആക്ടിവേറ്റർ. ആൻഡ് ഇത് യൂസ് ചെയ്ത ഒരാൾ പ്രോപ്പർലി ചെയ്യുവാണെങ്കിൽ അയാളെ നമ്മൾ അഭിനന്ദിക്കാനും മറക്കരുത്. ഓക്കെ, അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത്, ആ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് അവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങളിൽ നമ്മൾ മാനേജ്മെൻറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന ആൾക്കാരോ അതിൽ അഭിനന്ദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു രീതി തന്നെ അയാൾ ഫോളോ അപ്പ് ചെയ്ത് വരും. ഇതാണ് കോൺസിക്വൻസസിൽ പറയുന്നത്. മൂന്നാമത്തത് ആക്ടിവേറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്ലാസ് ധരിക്കുക എന്ന് പറയുന്ന ഒരു ബോർഡ് വയ്ക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് വച്ച് ചെയ്യുവാണെങ്കിൽ അയാൾ അഭിനന്ദിക്കുക എന്നുള്ള ആ ഒരു റിസൾട്ട്, കോൺസിക്വൻസ് എന്ന് പറയുന്നതും അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ് ആക്ടിവേറ്റർ ആൻഡ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്, ക്രിയേറ്റ് BBS പ്രോഗ്രാം ദാറ്റ് കൺസിഡേഴ്സ് എംപ്ലോയീസ് ഫീലിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. എക്സാമ്പിളായിട്ട് നമുക്കിപ്പം നമുക്ക് PPE അറിയാമല്ലോ. അപ്പോൾ ആ ഒരു PPEയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് യൂസ്ഫുള്ളാണോ, അവർക്ക് ഓക്കെ ആണോ, അവർ അതിൽ കംഫർട്ടാണോ, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് അത് ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ബിഹേവിയർ തിയറിയിൽ നമ്മളൊരു ഫ്രെയിം മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ABC മോഡൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ട്രെയിനീസിനും അതുപോലെ തന്നെ കൺസൾട്ടൻറ്റുകൾക്കും അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനായിട്ടാണ് നമ്മൾ ABC മോഡൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറയുന്നത് ആക്ടിവേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ആൻറ്റിസിഡൻസ് ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബിഹേവിയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ആക്ടിവേറ്ററിൽ വരുന്നത്. ഇത് നമ്മുടെ ആ ഒരു ബിഹേവിയറിനെ കറക്റ്റ് കൺട്രോൾ ചെയ്യുകയും
കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ആണ് മെയിനായിട്ട് എ പറയുന്നത്. എ സ്റ്റാൻഡ്സ് ഫോർ ആക്ടിവേറ്റർ ഓർ ആൻറ്റിസിഡൻസ്. ബി എന്ന് പറയുമ്പോൾ ബിഹേവിയർ തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പെരുമാറ്റം തന്നെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ആൻഡ് സി കോൺസിക്വൻസസ് ആണ്. കാരണം ഈ ഒരു ബിഹേവിയറിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു റിസൾട്ട്, അതിനെയാണ് നമ്മൾ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ അഭിനന്ദിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് കോൺസിക്വൻസസ് ബേസ് ചെയ്ത് പറയുന്ന കാര്യമാണ്. ഇനി താഴെ പറയുന്ന പ്രിൻസിപ്പിൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ബിഹേവിയർ തിയറിയിൽ മെയിനായിട്ടുള്ളത്. ഇതിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു തിയറി വിട്ടുപോയി, അത് നമുക്കൊന്നുകൂടെ നോക്കാം. കോമ്പിനേഷൻ തിയറി. ഇത് നമ്മൾ ഒന്ന് മാറിപ്പോയി, മീൻസ് ഇടയിൽ കയറ്റേണ്ടതായിരുന്നു. സോ കോമ്പിനേഷൻ തിയറി എന്താണ്? കോമ്പിനേഷൻ തിയറി എന്ന് നോക്കാം. കോമ്പിനേഷൻ തിയറി എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യം ആക്സിഡൻസ് മേ ഓർ മേ നോട്ട് ഫാൾ അണ്ടർ എനി വൺ മോഡൽ. ഈ ആക്സിഡൻസ് ഉണ്ടാകാനുള്ള കാരണം ഒരു പ്രത്യേക മോഡൽ മാത്രമായിരിക്കണം എന്നില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. റിസൾട്ട് ഫ്രം ഫാക്ടേഴ്സ് ഇൻ സെവറൽ മോഡൽസ്. ഒന്നിലധികം ഫാക്ടേഴ്സിൻ്റെ ഫലമായിട്ടായിരിക്കണം നമുക്ക് ആക്സിഡൻസ് ഉണ്ടാവുന്നത്. ഓൺ മോഡൽ കനോട്ട് ബി അപ്ലൈഡ് ടു ഓൾ ആക്സിഡൻസ്. ഈ എല്ലാ തരത്തിലുള്ള ആക്സിഡൻസും ഒരുപോലെ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ സിദ്ധാന്തമോ മോഡലോ ഇല്ല എന്നുള്ള രീതിയിലാണ് കോമ്പിനേഷൻ തിയറിയിൽ പറയുന്നത്. ഈ ഒരു കോമ്പിനേഷൻ തിയറി എന്ന് പറയുന്നത് ഒരു തിയറി മാത്രം ബേസ് ചെയ്തല്ല പറയുന്നത്, ഒന്നിലധികം തിയറീസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ തിയറി പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഹ്യൂമൻ സിസ്റ്റം ഫെയിലുവർ ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് പല തിയറീസിൻ്റെ സൈറ്റ്സ് എല്ലാം പരിഗണിച്ചിട്ടാണ് എന്തുകൊണ്ട് ഇത് അപകടത്തിന് കാരണമാകുന്നു എന്നുള്ള ഒരു കറക്റ്റ് റിസൾട്ടിലോട്ടാണ് ഈ ഒരു തിയറി വന്നേക്കുന്നത്. അതാണ് ഈ പേര് തന്നെ കോമ്പിനേഷൻ തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ഒരു തിയറി മാത്രം വെച്ച് നമുക്ക് ആക്സിഡൻസിൻ്റെ കറക്റ്റ് കാരണവും സൊല്യൂഷൻസും ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നിലധികമുള്ള തിയറീസിനെയൊക്കെ കറക്റ്റ് നോക്കി സെറ്റ് ചെയ്താൽ മാത്രമേ അതിനും കറക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലോട്ടാണ് കോമ്പിനേഷൻ തിയറി വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എത്രയുമാണ് മെയിനായിട്ട് തിയറീസ് ഓഫ് ആക്സിഡൻറ്റ് കോഷൻസിൽ പഠിക്കാനുള്ളത്. ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 14 മാർക്കിന് തന്നെ ഒരുപാട് പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്.